എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൃത്യമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്തെന്നറിയാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്കതിൽ സംശയമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നുമുണ്ട്. അത് തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ മനസ്സിൽ തന്നെ അത് മറച്ചു വെച്ച സാഹചര്യം ഉണ്ടാകാം. എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തി ഇതുവരെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു, ആ വ്യക്തി ഒപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, ആ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള സാമീപ്യവും സാന്നിധ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ വ്യക്തി അതെല്ലാം വിട്ടെറിഞ്ഞ് മറ്റ് തലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ആ വ്യക്തി അടുത്തുണ്ടാകാൻ വലിയ രീതിയിൽ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യക്തി എന്നിൽ നിന്ന് ഇങ്ങനെ അകന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും എനിക്കെപ്പോഴും വേണം, അതില്ലാതെ മുന്നോട്ട് പോകാൻ എനിക്കാകില്ല എന്നിങ്ങനെയുള്ള ഒരു സമീപനം, എന്നിങ്ങനെയുള്ള ഒരു നിഗമനം അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ആ വ്യക്തി അതിന് തയ്യാറാകുന്നില്ല. പലപ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ച് മറ്റ് ചില കാര്യങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാവുന്നത്. നിങ്ങളെ ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉൾക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം പരിഗണന പോലും ആ വ്യക്തി നൽകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ എപ്പോഴും കാണാനും ആ വ്യക്തി എപ്പോഴും അടുത്തുണ്ടാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു ഇടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓർമ്മിക്കുമ്പോഴും ഒക്കെ ആ വ്യക്തി കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ വ്യക്തി അതനുസരിച്ച് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊരുപാട് ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട് ആ കാര്യം. എങ്ങനെയെങ്കിലും ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ആ സാന്നിധ്യവും സാമീപ്യവും ഇല്ലാതെ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഒരു വിഷമം ഉണ്ടാകുന്നു. രാത്രികാലങ്ങളിൽ ആ വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുക? രാത്രികാലങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ചാണ്. ആ വ്യക്തി രാത്രിയിൽ എന്നെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടാകുമോ, എന്നെ ചിന്തിക്കുന്നുണ്ടാകുമോ എന്നറിയാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകളിൽ നിങ്ങളുണ്ട്. പകല് നിങ്ങളോട് സംസാരിക്കാതെ മുന്നോട്ട് പോകുമ്പോഴും, പകല് നിങ്ങളോട് കൂടുതൽ അടുക്കാതെ മുന്നോട്ട് പോകുമ്പോഴും ആ വ്യക്തി രാത്രിയിൽ മറ്റെല്ലാ തിരക്കുകൾക്കപ്പുറത്ത് നിങ്ങളെ തേടുന്നുണ്ട്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നുണ്ട്. അത് വലിയ തരത്തിലുള്ള ഒരു ആ വ്യക്തിയുടെ രാത്രികാല ചിന്ത തന്നെയാണ്. പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മുമ്പിലോ മറ്റുള്ളവർക്ക് മുമ്പിലോ അവഗണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിൻ്റെ അലയൊലികൾ രാത്രിയിൽ ആ വ്യക്തിയെ അലോസരപ്പെടുത്തുന്നുണ്ട്. അലോസരപ്പെടുത്തുന്നത് നിങ്ങളുടെ സ്നേഹമല്ല, നിങ്ങളുടെ സ്നേഹത്തിന് പകരം ഒന്നും നൽകിയില്ലെന്ന് ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയോട് പറയുന്നുണ്ട്. അതിന് ആ വ്യക്തി ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നുണ്ട് സ്വയം. എനിക്ക് സമയമില്ല, ഞാൻ അങ്ങനെയാണ്, എൻ്റെ ശൈലി അങ്ങനെയാണ് എന്നിങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും ആ മനസ്സിന് സമാധാനം നൽകുന്നില്ല. നിങ്ങളുടെ ചിന്തകൾ അനുനിമിഷവും രാത്രികാലങ്ങളിൽ ആ വ്യക്തിയുടെ ചുറ്റി വളയുകയാണ്. ആ വ്യക്തിക്ക് കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിത്രമാണ് മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഞാനറിയാതെ എൻ്റെ വ്യക്തിയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിക്കുണ്ടായിരിക്കുന്നു. കാരണം ആ വ്യക്തിക്കറിയാം, തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മനസ്സ് നിങ്ങളെ ആ വ്യക്തിയേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു. എപ്പോഴും
ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും മറ്റ് പല ഘടകങ്ങളാൽ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളാലോ ഉത്തരവാദിത്തങ്ങളാലോ മറ്റെന്തെങ്കിലുമൊക്കെ ഘടകങ്ങളോ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുമായി ഇത്ര അടുപ്പമുണ്ട് എന്ന് പറയാതെ മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ടോ ആ വ്യക്തി പലപ്പോഴായിട്ട് അതെല്ലാം മറച്ചു വെക്കുന്നുണ്ട്. അതിൻ്റെ നേർക്കാഴ്ചകളാണ് പകലിൽ പെരുമാറ്റങ്ങളിലൂടെ നിങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളോട് ഒത്തുചേർന്ന് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അതുതന്നെയാണ് ആഗ്രഹം. അതല്ലാതെ മറ്റൊന്നും ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഇല്ല. നിങ്ങളെ സ്നേഹിക്കുക മാത്രമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.